ദോശ ബാക്കിയാവുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം കുട്ടികൾക്ക് കൊടുത്ത വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ 2 ദോശയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അത് തന്നെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം, എന്നിട്ട് ഒന്ന് കട്ട് ചെയ്യാനാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി ചെയ്യാം, പൊറോട്ട ചെയ്യാം, ചപ്പാത്തി ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ചെറിയ പീസായിട്ട് ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് പല രീതിയിലും ചെയ്യാൻ പറ്റും. മസാലയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ സോസ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. ഞാനിന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വേർഷനിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഒരു പാനിൽ നിങ്ങൾക്ക് നെയ്യ് വേണേൽ എടുക്കാം, ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ, വേണ്ടവർക്ക് ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റേണ്ട, ചെറിയ കടിക്കുന്ന പരുവം തന്നെയാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് സവാള നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അതിൽ ചിക്കൻ മസാലയൊന്നും ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ദോശയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 മുട്ട വേണമെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ. അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10-15 സെക്കൻഡ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് 2 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അല്ല നമ്മൾ ഈ വൈകുന്നേരം എന്തെങ്കിലും ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഇത് കൊടുക്കുന്ന സമയത്ത് വലിയ താല്പര്യം ഉണ്ടാവാറില്ല. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാല നന്നായിട്ട് ദോശയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ദോശ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ദോശയല്ലേ, അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ ദോശയിൽ നല്ലപോലെ മസാല പിടിക്കും. അതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിക്കാം, സോയ സോസ് ഒഴിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടോടെ തന്നെ നല്ല ചായയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.